ഇപ്പോൾ എന്തായാലും ഈ അരുൺ സക്കറിയ ആൻഡ് ടീമിന്റെ ഒരു ദൗത്യ സംഘം ഇപ്പോൾ ഈ കടുവയെ കണ്ടു ആക്രമണമേറ്റ സ്ഥലത്തേക്ക് പോവുകയും അവിടെ തന്നെ ഇപ്പോൾ പരിശോധനയും നിരീക്ഷണവുമെല്ലാം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതു വിധേനയും കണ്ടാൽ നേരത്തെ ഇവിടെ നിന്ന് ആ ടീമിനെ നിയോഗിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ അരുൺ സക്കറിയയോട് സംസാരിച്ചിരുന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏതു വിധേനയും കണ്ടാൽ മയക്കുവെടി വെക്കണമെങ്കിൽ അങ്ങനെ തന്നെ പിടികൂടാമെന്ന ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹം പകർന്നത്. അതല്ലെങ്കിൽ കൂട് വെച്ച് പിടിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി എന്തായാലും കടുവയെ കണ്ടാൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നൊരു ദൗത്യം തന്നെയാണ് അവരുടെ മുൻപിനുള്ളത്. നേരത്തെ നിയോഗിച്ച് പോയ ഒരു 20 അംഗ RRTയും അതുപോലെ തന്നെ 8 അംഗങ്ങൾ ഉൾപ്പെടുന്ന 8 സംഘങ്ങളായും തിരിഞ്ഞ ഒരു ടീം. ഈ ടീമിനെയാണ് ഇതിനായി നിയോഗിച്ച് അങ്ങോട്ടേക്ക് ഈ മേഖലകളിലേക്ക് പഞ്ചാരക്കൊല്ലിയുടെ വിവിധ മേഖലകളിലേക്ക് സാന്നിധ്യമുണ്ടെന്ന് തോന്നുന്ന മേഖലകളിലേക്ക് വിട്ടിരുന്നത്. അതിൽ പിന്നീട് ഈ RRT അംഗത്തിന് പരിക്കേൽക്കുകയും ചെയ്തതോടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുമുണ്ട്. പോലീസ് അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരിശോധന അവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. ഏതു വിധേനയും കണ്ടാൽ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഈ ടീമിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ ആശ്വാസകരമെന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത്, ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ആ നീക്കങ്ങൾ നടത്തി, അതായത് കൂടുതൽ മനുഷ്യർ ഉൾക്കൊള്ളുന്ന, കൂടുതൽ മനുഷ്യർ ഇടപഴകുന്ന ഒരു സാഹചര്യത്തിലൊന്നും ഒരുപക്ഷെ കടുവ എത്താൻ സാധ്യതയില്ല. വലിയ ആശങ്കയുണ്ടല്ലോ. ഈ കടുവ 3 ദിവസമായി കടുവ ഇങ്ങനെ ആ മേഖലയിൽ കറങ്ങി നടക്കുകയാണ്. അവരുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പലതരത്തിൽ അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഇപ്പം കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി അടുത്തത് മയക്കുവെടി വെക്കണം. അതിന് ഡാർട്ടിംഗ് സംഘം ഈ മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. അതെപ്പോഴായിരിക്കും? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഘത്തെ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്. മയക്കുവെടി വെക്കാനുള്ള സംഘം ആ രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ അതിനുവേണ്ടി അരുൺ സക്കറിയ അങ്ങനെ ഒരു ടീമിനെ നിയോഗിച്ച് ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ഈ തെർമൽ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് ഇതിന്റെ സഞ്ചാരപഥം എങ്ങനെയാണ്, നേരത്തെ ആക്രമിച്ച സ്ഥലത്ത് നിന്ന് എങ്ങോട്ടേക്കാണ് കടുവ മാറിയിട്ടുള്ളത്, അതെല്ലാം ക്യാമറ ഉപയോഗിച്ച് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ച് വെടിവെക്കാൻ സാഹചര്യത്തിലുള്ള ഒരു ലൊക്കേഷനാണ് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് തന്നെ വെടിവെച്ച് വീഴ്ത്തുക എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം. SOP മാനദണ്ഡം അനുസരിച്ച് ഇത് നരഭോജി കടുവയാവും. അതായത് ഒന്നിൽ കൂടുതൽ തവണ ഇത് കടുവയുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നരഭോജി കടുവയായി പ്രഖ്യാപിക്കുകയും ഏറ്റവും ഒടുവിൽ ഒന്നിനും കഴിഞ്ഞ്, അതായത് കടുവയെ കൂട് വെച്ച് പിടികൂടാനും മയക്കുവെടി വെച്ച് പിടികൂടാനും ഒന്നും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണകാരിയായി മാറുന്ന സാഹചര്യത്തിൽ വെടിവെച്ച് കൊല്ലാം എന്നുള്ളൊരു മാനദണ്ഡം തന്നെയാണ് ഇതിൽ പറയുന്നത്. ഒരു പക്ഷേ ആ ഘട്ടത്തിലേക്ക് പോലും കടക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം രണ്ടാമതൊരു ആക്രമണം ഉണ്ടാവുന്നു. ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് വയനാട് ഡാറ്റാബേസിലുള്ള കടുവയല്ല എന്ന് ഇന്ന് രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത് കർണാടകയിലെ ഇതിൽ വരുന്നതാണോ, കർണാടകയിലുള്ള വിവരങ്ങൾ അവരുടെ ഡാറ്റാബേസിൽ വരുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ച കടുവയുടെ ചിത്രവും അതുപോലെ തന്നെ ഈ വയനാട് ഡാറ്റാബേസിലുള്ളതും അവരുടെ ഡാറ്റാബേസിലുള്ളതുമായ ചിത്രങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം വെച്ച് മാനുവലായിട്ട് ഇത് കൃത്യമായി ഇവർ പരിശോധിക്കുന്നുമുണ്ട്. അങ്ങനെ മാനുവലായി പരിശോധിച്ച് ഇത് ഏത് ഡാറ്റാബേസിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഇതിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള പരിശോധനയും നിരീക്ഷണവും കണ്ടാൽ ഉടനെ മയക്കുവെടി വെച്ച് മയക്കുവെടി പ്രതിഷേധിച്ചത് ഈ കടുവയെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലണം, അതായിരുന്നു അവിടെയുള്ള പ്രദേശവാസികളുടെ ആവശ്യം. പക്ഷേ 1972 വന്യജീവി നിയമം അനുസരിച്ച് 11(1)(a) അനുസരിച്ച് അത് ഷെഡ്യൂൾഡ് 1-ൽ വരുന്ന വന്യമൃഗമാണ് കടുവ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നിയമം അനുസരിച്ച് കടുവയെ ഒരു തരത്തിലും കൂട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് CCF-ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. ആ പരിശ്രമം, ആ ഒരു ഘട്ടം കഴിഞ്ഞോ? ആ ഘട്ടം കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നും, അതായത് ഇന്നലെ ഈ കടുവയുടെ ആദ്യമായിട്ട് രാധക്ക് ആക്രമണമേറ്റ സമയത്ത് തന്നെ 3ഓളം കൂടുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്നലെ അടക്കം ഈ 3 കൂടുകളിലും കൃത്യമായിട്ടുള്ള പരിശോധനയും നടത്തി. അതായത് ഈ കൂട് വെച്ച ഭാഗത്ത് ഒരു 5ഓ 6ഓ ഉദ്യോഗസ്ഥർ മാത്രം, വനപാലക ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. അതായത് കൂടുതൽ മനുഷ്യരോ അതല്ലെങ്കിൽ കൂടുതൽ ശബ്ദമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കടുവ അങ്ങോട്ടേക്ക് എത്തില്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു സംഘത്തെ മാത്രം അവിടെ നിയോഗിച്ചു
നിയോഗിച്ച് ആടിനെ തന്നെ കൂട്ടി ഇരയാക്കി വെച്ചുകൊണ്ടും ഈ കടുവയെ ഏതു വിധേനയും കൂട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലെ ദൗത്യം. പക്ഷെ ഇന്ന് ഈ RRT ടീം ഇന്ന് നിയോഗിച്ച ഈ RRT സംഘവും അതുപോലെ തന്നെ മറ്റു ടീം അംഗങ്ങളും ഈ ടീമിനെയെല്ലാം നിയോഗിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത് ഏതു വിധേനയും കണ്ടാൽ മയക്കുവെടി വെക്കാം, ആ രൂപത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്ന് ഇവരെ നിയോഗിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വീണ്ടും ഒരു ആക്രമണമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത് പിടികൂടാൻ സാധിക്കുന്നില്ല, ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണയിലേക്ക് ഇവർ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ വെടിവെച്ച് കൊല്ലാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഒരുപക്ഷെ എത്താം. അതിന് ഈ ഉദ്യോഗസ്ഥർ തന്നെ വിവിധ രേഖകളെല്ലാം ഒപ്പിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവിക്കടക്കം ഇത് സമർപ്പിക്കുകയും വേണം. ഒരുപക്ഷെ ആ രീതിയിലുള്ള കാര്യങ്ങളും നീക്കുപോക്കുകൾ ചെയ്യാനും സാധ്യതയുണ്ട്. ആര്യ.